വെൽക്കം ബാക്ക്. നമ്മളുടെ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഫ്രഞ്ച് ഫെമിനിസം, ഹൗ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്. ദെൻ major French feminist. French feminism is basically tries to analyze theories like psychoanalysis, and they criticized the aspects of Freud and Lacan. Then we discussed about the theories or the major contributions of Helena Sissow. Helena Sissow's contributions, she claims that binary opposition is not an innocent theory. Then she also criticized myths for its perpetuation of patriarchal ideas. Then she also criticized Freudian and Lacanian models of sexual difference. Then she claims that writing is the only method for claiming the repressed or expressing the repressed emotions of female. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. നമുക്കിനി അപ്പം ലൂസ് ഇറിഗറിയിലേക്ക് പോകാം. സെക്കൻഡ് ഫെമിനിസ്റ്റാണ്, ഫ്രഞ്ച് ഫെമിനിസ്റ്റാണ് ലൂസ് ഇറിഗറി. അപ്പോൾ ലൂസ് ഇറിഗറിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ലൂസ് ഇറിഗറിയെ പറ്റി പറയുകയാണെങ്കിൽ, ലൂസ് ഇറിഗറിക്കും ഇതുപോലെ തന്നെ കുറച്ച് പോയിൻറ്റ്സുകൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. 1, 2, 3 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. Luz Irigaray is basically a prominent French feminist and argues that Western culture is basically monosexual. അവിടെയാണ് നമ്മളുടെ ആദ്യത്തേത് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ അവരുടെ ഒരു ക്രിട്ടിക്കൽ വ്യൂ ആണ്. വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മോണോസെക്ഷൽ ആണ്. മോണോസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോണോസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് അക്സെപ്റ്റ് ഓൺലി വൺ സെക്സ്. ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ ബേസിക്കലി മെയിൽ സെക്സിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് മോണോസെക്ഷൽ കൊണ്ട് ഉദ്ദേശിച്ചത്. എ ഗ്രേറ്റ് സ്കോളർ ഹു ഹസ് ഡൺ കൺസിഡറബിൾ വർക്ക് ഓൺ സൈക്കോഅനാലിസിസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് ഫിലോസഫി, ഇറിഗറി പോയിൻറ്റ്സ് ഔട്ട് ദി എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ആസ് എ സെക്സ് ഫ്രം മീനിങ് ഫുൾ സോഷ്യൽ ലൈഫ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസിന് വെസ്റ്റേൺ കൾച്ചർ ബേസിക്കലി മോണോസെക്ഷലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ഫീമെയിൽസിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പലപ്പോഴും വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ സൊസൈറ്റി കൊടുക്കുന്നില്ല. വാട്ട് ഷീ മീൻസ് ഇസ് ദാറ്റ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ ലൈഫ് ബട്ട് നോട്ട് ആസ് ഇൻഡിപെൻഡൻറ്റ് അക്നോളജ് സബ്ജക്ട്സ്. ഫീമെയിൽസ് ഇങ്ങനെ പല രീതിയിൽ സോഷ്യൽ ലൈഫിൻ്റെ പാർട്ടാവുന്നുണ്ട്, പക്ഷേ അവരൊരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു അക്നോളജ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ ലൈഫിൻ്റെ പാർട്ട് ഒരിക്കലും ആവുന്നില്ല. സോ അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഫുൾ സോഷ്യൽ ലൈഫിൽ നിന്നും പലപ്പോഴും വിമൻ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു എന്നാണ് ലൂസ് ഇറിഗറിയുടെ ആദ്യത്തെ ഒരു വ്യൂ. ദേ ആർ ഫോഴ്സ് ടു അപ്രോപ്രിയേറ്റ് എ മെയിൽ സബ്ജക്റ്റിവിറ്റി ടു ഗെയിൻ റെക്കഗ്നേഷൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഫീമെയിൽ എന്താ ചെയ്യുന്നത്? ഫീമെയിൽ പലപ്പോഴും മെയിലുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മെയിലിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റി എക്സിബിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വെസ്റ്റേൺ കൾച്ചറിൽ, വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഫീമെയിലിന് ഇല്ല. Thus, one of her concern is with the difference of sex in place of the single sex. Her project involves the exposition of the foundations of patriarchy. Equally important for her is the definition of female identity. ഇനി രണ്ടാമത്തെ ഒരു ലൂസ് ഇറിഗറിയുടെ ഒരു ആസ്പെക്റ്റാണ് ഫീമെയിൽ ഐഡൻറ്റിറ്റി. ഷീ ട്രൈസ് ടു ഡിഫൈൻ ഫീമെയിൽ ഐഡൻറ്റിറ്റി. എന്താണ് ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? വെസ്റ്റേൺ കൾച്ചർ ഇസ് ബേസിക്കലി മോണോസെക്ഷൽ. ഇറ്റ് എക്സ്ക്ലൂഡ് വിമൻ ആസ് എ സെക്സ് ഫ്രം മീനിങ് ഫുൾ സോഷ്യൽ ലൈഫ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് വാട്ട് ഈസ് ഫീമെയിൽ ഐഡൻറ്റിറ്റി, ഓർ ഷീ ട്രൈസ് ടു ഡിഫൈൻ ഫീമെയിൽ ഐഡൻറ്റിറ്റി. She thinks that women have not been considered worthy of the values of enlightenment. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് എപ്പോഴും ഫീമെയിലിനെ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എൻലൈറ്റൻമെൻറ്റ് ഈസ് ഈക്വൽ ടു റീസൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എൻലൈറ്റൻമെൻറ്റ് ഈസ് ഈക്വൽ ടു റീസൺ. അപ്പോൾ സ്ത്രീകളുടെ പലപ്പോഴും സ്ത്രീകളുടെ വ്യൂസ് എപ്പോഴും ഇറാഷണലായിട്ടാണ്, നോട്ട് റീസണബിൾ എന്നുള്ള രീതിയിലാണ്. റീസണബിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു മീനിങ് നോട്ട് ഒട്ടും റീസൺ ഓറിയൻറ്റഡ് അല്ല സ്ത്രീകളുടെ ചിന്താഗതികളിൽ നിന്നാണ് എൻലൈറ്റൻമെൻറ്റ് കാണുന്നത്. The faith in reason has resulted in the underestimation of everything that is non-rational.
സോ അപ്പം എൻലൈറ്റൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റാഷണൽ അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ നോൺ റാഷണലായിട്ടുള്ള എല്ലാ കാര്യത്തെയും ഭയങ്കരമായിട്ട് എൻലൈറ്റൻമെൻറ്റ് ഒപ്പോസ് ചെയ്തിരുന്നു. അല്ലെ ഈ എൻലൈറ്റൻമെൻറ്റ് കൂടുതലായിട്ട് റീസണെ സ്ട്രെസ് ചെയ്തു. സോ അപ്പം നോൺ റാഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ എൻലൈറ്റൻമെൻറ്റ് ശ്രമിച്ചു. Western thoughts had tried to manipulate, control and destroy the non-rational elements of culture. The male rationality of this culture is organized by the principle of identity, the principle of non-contradiction and binarism. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എപ്പോഴും മെയിൽ ഈസ് ഈക്വൽ ടു റാഷണൽ ബീയിങ്, വേറസ് ഫീമെയിൽ ഈസ് ഈക്വൽ ടു ഇറാഷണൽ ബീയിങ്, നോൺ റാഷണൽ ബീയിങ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പം എന്തൊക്കെയാണോ നോൺ റാഷണൽ ഉള്ളത് അതിനെയെല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വെസ്റ്റേൺ തോട്ട് ശ്രമിച്ചിരുന്നു. ഇപ്പം മെയിൽ റാഷണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഓർഗനൈസ്ഡ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് ഐഡൻറ്റിറ്റി, ദി പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി ഒപ്പോസിഷന് പോലെ തന്നെ എ ഈസ് നോട്ട്, എ ഈസ് എ ഈസ് നോട്ട് ബി. മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ഫീമെയിൽ അല്ലാത്തത് അതാണ് മെയിൽ. അപ്പോൾ ഫീമെയിലിന് ഒരിക്കലും മെയിലിന് ഫീമെയിൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ല, ട്രെയ്റ്റ്സ് ഉണ്ടാവില്ല. എ ഈസ് എ, മെയിൽ ഈസ് മെയിൽ ആൻഡ് മെയിൽ ഈസ് നോട്ട് ഫീമെയിൽ. അതാണ് ഈ നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബൈനറിസം ബൈനറി ഒപ്പോസിഷൻ. അക്കോർഡിംഗ് ടു ദ ലാസ്റ്റ് ഓഫ് ദിസ് എവറിത്തിങ് ഹാസ് ടു ബി വൺ തിങ് ഓർ ദി അതർ. അപ്പോൾ ഈ ഒരു ബൈനറി ഒപ്പോസിഷൻ അല്ലെ ഈ നോൺ കോൺട്രഡിക്ഷൻ പറയുന്നത് എല്ലാം ഒന്നെങ്കിൽ ബൈനറി ഒപ്പോസിഷൻ എപ്പോഴും കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്, അങ്ങനെ രീതിയിൽ വൺ തിങ് ഓർ ദി അതർ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഈ ബൈനറി ഒപ്പോസിഷൻ. അതാണ് ഈ എൻലൈറ്റൻമെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലേ എൻലൈറ്റൻമെൻറ്റ് ഈസ് ഈക്വൽ ടു മെയിൽ ഈസ് ഈക്വൽ ടു റാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാഷണൽ ആയിട്ടാണ് എൻലൈറ്റൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല റാഷണൽ ബീയിങ്സ് എന്ന് പറയുന്നത് മെയിലാണ്, വേറെ ഫീമെയിലിന് പറഞ്ഞ ഒരു നോൺ റാഷണൽ ആയിട്ടാണ് കാണുന്നത്. This culture, which admits only one sex, does not consider women as belonging to a different sex. Instead, it's view women as lesser men, inferior or defective. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ സൊസൈറ്റി ബൈനറി ഒപ്പോസിഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മെയിലിനെ മാത്രമേ ഒരു യാർഡ്സ്റ്റിക് ആയിട്ട് എടുക്കുന്നുള്ളൂ, ഒരു ബേസിക് ആയിട്ട് എടുക്കുന്നുള്ളൂ. എന്താണോ മെയിൽ അല്ലാത്തത് അല്ലെങ്കിൽ ലെസ്സർ ദാൻ മെയിൽ, ലെസ്സർ മെൻ അല്ലെങ്കിൽ ഇൻഫീരിയർ ടു മെൻ ഇൻ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ മെയിൽസിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഓവറോൾ ടോട്ടാലിറ്റിയാണ് ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് എപ്പോഴും വെസ്റ്റേൺ കൾച്ചർ എടുക്കുന്നത്. വൈൽ ബീയിങ് ക്രിട്ടിക്കൽ ഓഫ് ദ റാഷണലിസം ഓഫ് ദി ഡൊമിനേറ്റിംഗ് കൾച്ചർ, ഷീ ഡസ് നോട്ട് ഗോ ടു ദ അതർ എക്സ്ട്രീം ഓഫ് ഐഡൻറ്റിഫൈങ് വിമൻ വിത്ത് റാഷണാലിറ്റി. What she calls for the conceptualization in which the male does not repress or split off the female or unconscious but acknowledge and integrates with it. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എൻലൈറ്റൻമെൻറ്റ് പറയുന്നത് പോലെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇറാഷണൽ ആണ് എന്നുള്ള രീതിയിലൊന്നും നമ്മളുടെ ലൂസ് ഇറുകറി പറയുന്നില്ല. പക്ഷെ പറയുന്ന ഇതാണ്, അതായത് ഒരിക്കലും സ്ത്രീകളെ അല്ലെങ്കിൽ അൺകോൺഷ്യസിനെ, സ്ത്രീകളുടെ സൈക്കി എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ, ലൈക്ക് അൺകോൺഷ്യസ്, ഫ്ലൂയിഡ്, ലൈക്ക് അൺസ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ആ ഒരു സ്ത്രീകളുടെ ഐഡൻറ്റിറ്റീനെ അല്ല അൺകോൺഷ്യസിനെ റിപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. ബട്ട് വി ഹാവ് ടു അക്നോളജ് ഇറ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്സ് വിത്ത്, അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുകയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ലൂസ് ഇറുകറി പറയുന്നത്. അപ്പം ലൂസ് ഇറുകറി ഫീമെയിൽ ഐഡൻറ്റിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിൻ്റെ ഐഡൻറ്റിറ്റി അല്ലാത്തതല്ല, അല്ല വാട്ട് ഈസ് നോട്ട് മെയിൽ എന്നുള്ളതല്ല ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫീമെയിൽ ഐഡൻറ്റിറ്റി ഈസ് യുണീക്ക്. അല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ സൊസൈറ്റി ഒരു മോണോസെക്ഷലിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഒരു സെക്സിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, മെയിലിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് മെയിൽ അതാണ് ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് വെസ്റ്റേൺ സൊസൈറ്റി എടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. സോ വെസ്റ്റേൺ സൊസൈറ്റി ഡസ് നോട്ട് ട്രൈ ടു റിപ്രസ് Western society do not try to repress or split off the female unconscious but acknowledge and integrates with it. ഇനി മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞു തന്നാണ്, ഞാൻ പ്രത്യേകിച്ച് മാർക്കാൻ മറന്നുപോയി. അപ്പോൾ മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഓഫ് സൈക്കോ അനാലിസിസിനെ ക്രിറ്റിസൈസ് ചെയ്യാനും ലൂസ് ഇറുകറി ശ്രമിക്കുന്നുണ്ട്. സൈക്കോ അനാലിസിസ് ബേസിക്കലി ഫ്രോയിഡും ലക്കാനും ഒക്കെ ഒരു കുറച്ച് ഫീമെയിൽ നെഗറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഈ സൈക്കോ അനാലിസിസ് ആസച്ച്. അപ്പം അതിനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഇറുകറി ഈസ് ക്രിട്ടിക്കൽ ഓഫ് സൈക്കോ അനാലിസിസ് ആസ് ഇറ്റ് ഈസ് ഓൾസോ ഹിസ്റ്റോറിക്കലി ഡിറ്റർമൈൻഡ്. സ്റ്റിൽ ഫാലോസെൻട്രിക് വാല്യൂസ് ആർ പ്രൊജക്റ്റഡ് ആസ് യൂണിവേഴ്സൽ വാല്യൂസ്. എന്തുകൊണ്ടാണ് സൈക്കോ അനാലിസിസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പേട്രിയാർക്കൽ സൊസൈറ്റി ഓറിയൻറ്റഡ് ആണ്. അത് ശരിക്കും ഫാലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ
മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള വാല്യൂസിനെയാണ് യൂണിവേഴ്സലായിട്ട് കാണിക്കുന്നത്. അതായത് മെയിൽസിൻ്റെ ഇഷ്യൂസ്, മെയിൽസിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മെയിൽ എങ്ങനെയാണോ ഈ ലോകത്തിനെ കാണുന്നത്, ആ വ്യൂ പോയിന്റിലാണ് എല്ലാം ഈ സൈക്കോ അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അതാണ് ഒന്നാമത്തെ ആ ഒരു സൈക്കോ അനാലിസിസിൻ്റെ ഡിഫക്റ്റായിട്ട് കാണുന്നത്. അപ്പം മെയിൽ കാണുന്നത് പോലെ അല്ല ഫീമെയിൽ സൊസൈറ്റി കാണുന്നത്. മെയിൽ കാണുന്നത് ഫീമെയിൽ ഐഡൻറ്റിറ്റി അല്ല മെയിൽ എങ്ങനെയാണ് ഫീമെയിലിൻ്റെ പലപ്പോഴും അൺകോൺഷ്യസിനെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മെയിലിന് ഫീമെയിലിനെ മനസ്സിലാക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം മെയിൽസിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റിന് യൂണിവേഴ്സലായിട്ട് എടുക്കുന്ന ഒരു തെറ്റായ ഒരു മെത്തേഡ് സൈക്കോ അനാലിസിസിന് ഉണ്ട്. സോ അത് സൈക്കോ അനാലിസിസിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ദെൻ another defect of psychoanalysis theory is a neglect of the mother. രണ്ടാമത്തെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും മദറിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മെയിൽ ലിറ്ററേച്ചറിലെല്ലാം മദർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യും, അല്ലെങ്കിൽ മദർ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഉണ്ടായിരിക്കില്ല. ഷേക്സ്പിയറിൻ്റെ പ്ലേ ഒക്കെ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ മദർ ക്യാരക്ടറിനെ നമുക്ക് കാണാനേ പറ്റത്തില്ല. ദ ടെമ്പസ്റ്റിലൊക്കെ മദറിനെ പറ്റി ഒരു 1 or 2 ലൈൻസ് ഒക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഈവൻ ഹാംലെറ്റിലാണ് ജെട്രൂഡിനെ ആണെങ്കിൽ ഒരു നെഗറ്റീവ് ലൈറ്റിലാണ് കാണിക്കുന്നത്. ഇനി thirdly, psychoanalysis sets out to interpret fantasies, but in the process perpetuates the dominant fantasies of the culture of the West. പിന്നെ ശരിക്കും പറഞ്ഞാൽ സൈക്കോ അനാലിസിസ് കുറേ ഫാൻറ്റസീസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സൈക്കോ അനാലിസിസ് നമുക്കൊരു മനുഷ്യൻ്റെ മൈൻഡിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്യുവറായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുറേ ഒരു അസംഷൻസിലൂടെയാണ് നമ്മൾ ഒരാളുടെ മനസ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അപ്പോൾ അതൊരു ഫാൻറ്റസിയാണ്. വി ആർ ട്രൈങ് ടു ഇൻ്റർപ്രറ്റ് ഫാൻറ്റസീസ്. സൈക്കോ അനാലിസിസ് പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഫാൻറ്റസീസ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും അതെപ്പോഴും ഈ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ആ ഒരു നോംസ് ഒക്കെ ഫോളോ ചെയ്താണ് പലപ്പോഴും ഈ ഫാൻറ്റസീസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് വെസ്റ്റേൺ കൾച്ചർ ബേസിക്കലി പേട്രിയാർക്കൽ കൾച്ചറാണ്. ആ പേട്രിയാർക്കൽ കൾച്ചറിനെ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ ഫാൻറ്റസീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Work is a kind of psychoanalysis of Western culture seeking the repressed and unconscious of that culture. So അപ്പോൾ ലൂസ് ഇറിഗറിയുടെ വർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഈ റിപ്രസ്ഡ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ലൂസ് ഇറിഗറിയുടെ സ്റ്റഡീസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലൂസ് ഇറിഗറിയുടെ രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ഷീ ട്രൈസ് ടു ക്രിറ്റിസൈസ് സൈക്കോ അനാലിസിസ്. 3 ഡിഫക്ട്സുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യണം. ഈ മദർ ക്യാരക്ടർ ആബ്സെൻ്റ് ആണെന്നുള്ളത്, അല്ലെ നെഗ്ലെക്റ്റ് ഓഫ് മദർ. ദ മദർ ഈസ് റിക്വയർഡ് ഫോർ ദി പ്രോസസ് ഓഫ് ദി മെയിൽ ഇമാജിനറി, ബട്ട് ഷീ ഈസ് നോട്ട് റെപ്രസെൻറ്റഡ്. അപ്പോൾ മദർ എന്തുകൊണ്ടാണ് മെയിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും അധികം റോളുള്ളത്? ഇനിഷ്യൽ പീരീഡിൽ ലോകത്തിനെ പറ്റി കുട്ടിയുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടിയുടെ ഒരു വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വേൾഡിനെ കുട്ടിയുടെ ഒരു മനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഒരു മദറാണ്. അപ്പം മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റോറി ടെല്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ ആ ഇമാജിനറി ആ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ആ ഒരു വേൾഡിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസർ ആരാണ്? സ്റ്റോറി ടെല്ലർ എന്ന രീതിയിൽ മദറാണ്. അപ്പം മദർ ഈസ് റിക്വയർഡ് ഫോർ ദി പ്രോസസ് ഓഫ് ദി മെയിൽ ഇമാജിനറി, ബട്ട് ഷീ ഈസ് നോട്ട് റെപ്രസെൻറ്റഡ്. അപ്പോൾ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മദറിനെ പലപ്പോഴും ലിറ്ററേച്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു മാട്രിസൈഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിധത്തിൽ പറഞ്ഞ മാട്രിസൈഡിന് തുല്യമാണ്, ഇക്വലൻ്റ് ആണെന്നാണ് നമ്മുടെ ലൂസ് ഇറിഗറി പറഞ്ഞു വെക്കുന്നത്. ഇറിഗറി ലുക്സ് ഫോർ ദി റെസിസ്റ്റൻസ് ആൻഡ് ഡിഫൻസസ് ദാറ്റ് കവർ അപ്പ് ദിസ് മാട്രിസൈഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി അൺസിംബലൈസ്ഡ് മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആസ് എ ഡിഫറെൻറ്റ് ഫ്രം ദി father son attachment that accounts for the lack of identity for women in the symbolic order. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബോളിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിറ്ററേച്ചർ അല്ല ലാംഗ്വേജിൽ ഒക്കെ വരുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീമെയിൽ ഐഡൻറ്റിറ്റിക്ക് അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല.
മേ ബി എൻ്റെ ഒരു റീസൺ ഈ ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഒന്നും ഒരിക്കലും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ഫാദേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്, ആ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ മദർ ഡോട്ടർ റിലേഷൻഷിപ്പൊക്കെ ഇപ്പോഴും ലിറ്ററേച്ചറിലൊക്കെ അൺസിംബലൈസ്ഡ് ആയിട്ട് തോന്നുന്നു. It is true that women have difficulty in separating from their mothers, but that they have a tendency to merge their identity with the other. But all these are the outcome of their lack to access to society and culture. പലപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മയും മോളെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് രണ്ടും ഒന്ന് തന്നെയാണ്, എല്ലാ സ്ത്രീകളും ബേസിക്കലി ഒന്നാണെന്നൊക്കെ, എല്ലാവരുടെയും ചിന്തയൊക്കെ ഒന്നാണ്, അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി, ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ സൊസൈറ്റി പലപ്പോഴും പ്രീച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു റീസൺ എന്താണ്? സൊസൈറ്റിയിലേക്കോ കൾച്ചറിലേക്കോ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യാൻ സ്ത്രീകൾക്ക് പറ്റുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം അവർക്കൊരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി പലപ്പോഴും ഇല്ലാതെയൊക്കെ വരുന്നത്. പിന്നെ നമ്മളുടെ ഹെലൻ സിസോനെ പോലെ തന്നെ ലൂസ് ഇറിഗറി മിത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ടു ഷോ ഹൗ പേട്രിയാർക്കി സക്സീഡ്സ് ഇൻ ഡിനൈയിങ് ഐഡൻറ്റിറ്റി ടു വിമൻ. അപ്പം മിത്തുകൾ എപ്പോഴും പേട്രിയാർക്കൽ ഓറിയൻറ്റഡ് ആണ്. അത് പലപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു ടൂളായിട്ട് മാറാറുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഹെലൻ സിസോനെ പോലെ തന്നെ ലൂസ് ഇറിഗറിയും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. For instance, she interprets the myth of the cavern in Plato's Republic to show how access to the world of ideas entails the leaving of the mother. Inevitable. It entails meaning inevitable. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റോയുടെ ഒരു മിത്താണ്, പ്ലേറ്റോസ് റിപ്പബ്ലിക്കിനകത്തൊരു മിത്താണ് മിത്ത് ഓഫ് ക്യാവേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവ് മിത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേവ്സിൽ, ഒരു കേവിനകത്ത് കുറേ പേര് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പം ഫയർ വരുമ്പോഴത്തേനും നമുക്കറിയാം, ഫയർ എന്തെങ്കിലും നമ്മളൊരു ഒരു സറൗണ്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാകുമ്പോഴത്തേനും എന്തെങ്കിലും ഫയറൊക്കെ വരുമ്പോഴത്തേനും നമുക്കറിയാം ഒരു ഷാഡോ വരും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫയറിൻ്റെ പ്രസൻസിൽ ഷാഡോസ് കാണുമ്പം അവരത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ഈ കേവിലുള്ളവർ ഓർക്കുന്നത് എന്താണ്, അതുമാത്രമാണ് ലൈഫ്, കേവിന് പുറത്തൊരു ലൈഫില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേവിൻ്റെ പുറത്തുള്ള വെളിച്ചത്തിൽ നിന്ന് അപ്പം ഈ ഷാഡോസൊക്കെ ഫോം ചെയ്യും. അപ്പോൾ ഷാഡോസൊക്കെ ഫോം ചെയ്യുമ്പോഴത്തേനും അവർക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ വേറെന്തോ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ. പതിയെയാണ് അവർ കേവിന് പുറത്തൊരു ലോകമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അതായത് പൊട്ടക്കിണറ്റിലെ തവള ആ ഒരു രീതിയിൽ കേവിന് പുറത്തൊരു ലോകമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ശരിക്കും ആ ഒരു വേൾഡ് ഓഫ് ഐഡിയാസ്, ഈ ഒരു സൊസൈറ്റിയിലൊരു മീനിങ് ഫുൾ ലൈഫ് മദറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇന്നവിറ്റബിളാണ്. കാരണം മദറിൻ്റെ ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ മദറിനൊരു മീനിങ് ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ ആ ഒരു മീനിങ് ഫുൾ ലൈഫ് കുട്ടികളിലേക്കും മദറിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ജനറേഷനെ തന്നെ ഫോം ചെയ്തെടുക്കുന്ന മദറിൻ്റെ ഒരു എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞു വെക്കുകയാണ് ലൂസ് ഇറിഗറി. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇനി നമുക്കൊരു ഒരു ഫെമിനിസ്റ്റിൻ്റെ കൂടെ പഠിക്കാനുണ്ട്, യൂലിയ ക്രിസ്റ്റേവയുടെ, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.